അല്ല എനിക്കറിയാതെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ സിദ്ദിഖിനും മുകേഷിനൊക്കെ എന്തിനായി മറ്റേ ടെസ്റ്റ് നടത്തുന്നത്? ലൈംഗിക ശേഷി, ലൈംഗിക ഉത്തേജനം, ലൈംഗിക ശേഷി ഉള്ളതുകൊണ്ടാണല്ലോ, ലൈംഗിക ശേഷി നല്ല ലൈംഗികമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പെണ്ണുങ്ങൾ തന്നെ പരാതി കൊടുക്കുന്നത് അല്ലേ? അതിക്രമം കാണിച്ചെന്ന് പറഞ്ഞല്ലേ പരാതി. അല്ലാതെ ഇതിനകത്ത് കയറി ഇവർക്ക് ഭയങ്കര ഉത്തേജനമുള്ള ആൾക്കാരാണ്, ഇൻസേർഷൻ എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇൻസേർട്ട് ചെയ്തു, റേപ്പ് ചെയ്തു. റേപ്പ് എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, നിയമത്തിൽ എവിടെ ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല 14 സെക്കൻഡ് നോക്കിയാൽ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാകുന്നല്ലോ, അവർക്കൊന്നൊരു വിഷയമല്ല. ഈ വനിതാ കമ്മീഷൻ ഇവിടെ, വനിതാ കമ്മീഷൻ മാത്രമേ ഉള്ളൂ ഇത് അറിയാത്ത കേട്ടോ. ലോകത്തുള്ള ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട സംഘടനകൾ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, പലരും ഇടപെടുന്നു, എല്ലാവരും ഇടപെടുന്നു, കോടതി ഇടപെടുന്നു. പക്ഷെ വനിതാ കമ്മീഷൻ അറിഞ്ഞിട്ടേ ഇല്ല. സിദ്ദിഖല്ല, സിനിമാക്കാർ. കമ്മീഷൻ എന്തോന്ന് കമ്മീഷൻ എടുത്തോണ്ട് പോടെ. വല്ല സാധാരണക്കാരൊക്കെ കിട്ടാൻ നോക്കിയിരിക്കുവാന്ന് ഇവന്മാരെല്ലാം കിടന്ന് ഷോ കാണിക്കാൻ, പോലീസും കമ്മീഷനും എല്ലാം കണക്ക്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരെ കിട്ടി അവിടെ കിടന്ന് നിയമം ഇതുവരെ കാണിക്കാൻ പറ്റാത്ത സകലതും എടുത്തങ്ങ് കാണിക്കും. ഫ്രസ്ട്രേഷനാണോ നിങ്ങൾ തീർക്കുന്നത്? വല്ലവൻ്റെയൊക്കെ മണ്ടയ്ക്ക് നിയമപരമായ ഫ്രസ്ട്രേഷൻ, നിയമപരമായിട്ടൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടോ? അതൊരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ അല്ല. അത് ഈ അധികാര പദവികളിലെത്തും പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ടവനെ കിട്ടുന്നത്. എന്നാൽ അവൻ്റെ നെഞ്ചത്ത് അങ്ങ് തീർത്തേക്കാം, ഞാൻ എൻ്റെ വകുപ്പുകളെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. നാണമുണ്ടോ ഇവർക്കൊക്കെ? ഏതെങ്കിലും ഒരുത്തനാണ്, ഇവർ വലിയ പിടിപാടൊന്നും ഇല്ലാത്തൊരുത്തനാണ് ഇപ്പോൾ വാർത്തയ്ക്കകത്തൊക്കെ കയറ്റി വനിതാ കമ്മീഷൻ്റെ മറ്റേ വീഡിയോ, ആ വനിതാ കമ്മീഷൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആരാന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ ഇത്രയും വലിയ കേസ് നടക്കുന്നുണ്ട്, വേറെ എവിടെ നിന്ന് പിടിച്ചാൽ ആൾക്കാർ കളിയാക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുക. അല്ല, ഈ ലൈംഗിക ശേഷി എന്ന് പറഞ്ഞ സാധനം പരിശോധിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഓക്കെ, ചില ഇവർക്ക് ഇനി അത് വേറെ ലൈംഗിക ഉത്തേജക മരുന്ന് കൊടുത്തതിന് ശേഷം കൂടെ പരീക്ഷിക്കണം, അങ്ങനെ ഉണ്ടല്ലോ. മനസ്സിലായോ? ഇത് മരുന്ന് കഴിച്ചിട്ടാണോ പൊങ്ങുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഏറ്റവും കൂടിയ മരുന്ന് അത് ചിലപ്പോൾ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ട് പൊങ്ങത്തില്ലെന്ന് ഉറപ്പ് വരുത്തണം. ശരിയല്ലേ? കാരണം ഇവർ അങ്ങനെയാണോ ബലാത്സംഗത്തിന് ഇറങ്ങുന്നത്? എങ്ങനെ യുദ്ധമൊക്കെ ആകുമ്പോൾ നമ്മൾ പല 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 പ്രിക്കോഷൻസ് എടുക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പണച്ചട്ട ഇട്ടെന്നിരിക്കും. അല്ലേ? ശരിയല്ലേ? എന്തെല്ലാം കരുതലുകളോടുകൂടി വേണം യുദ്ധത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരു ഭടൻ അല്ലെങ്കിൽ ഒരു രാജാവ് അങ്ങനെ ഇറങ്ങുന്നില്ല. ഭടന്മാർ ഇവന്മാർ ഭടനാകുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ഷത്രിയ രക്തം തിളച്ചപ്പോൾ ഈ ഭടൻ ഒരാഴ്ച ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് അടുത്ത ആഴ്ച മൊത്തം യുദ്ധമായിരിക്കും എന്ന് പറഞ്ഞ് വന്നതാണെങ്കിലോ? അപ്പോൾ അതും നോക്കണ്ടേ? ഇത് പെർമനൻ്റ്ലി അങ്ങനെ ആയിരിക്കണമെന്നില്ല. പ്രായം കൊണ്ടുള്ള സാധനത്തിനകത്തേക്ക് ഇങ്ങനത്തെ മരുന്നുകൾ ഗുണം ചെയ്യാറുണ്ട്. അതിൻ്റെ പരസ്യമൊക്കെ അങ്ങനെയാണ്. അത് ചിലപ്പോൾ ഒരാഴ്ച കഴിച്ച് ചിലപ്പോൾ ചിലർക്കൊക്കെ ഇറക്ഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരിത് കഴിക്കാതിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഇനി ടെസ്റ്റ് ചെയ്താൽ ഒരു കാരണവശാലും ഇറക്റ്റ് ആവത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? മാത്രമല്ല ഇപ്പോഴല്ലല്ലോ ഇത് നടന്നത്, ഇന്നലെ നടന്ന സംഭവമല്ല. അന്ന് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അന്നേ ഇതില്ല, അത് അനങ്ങത്തില്ല, മരിച്ചതിന് തുല്യം എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയായിരുന്നോ അന്ന്? ഈ പറഞ്ഞ കാലഘട്ടത്തിലൊന്നും അങ്ങനെയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. 2013 5 വർഷത്തിനിടയിൽ എന്തെല്ലാം സംഭവിക്കാം. പിള്ളേരൊക്കെ അത് പഴയതല്ല, അതിനും പഴയതാണ്. അപ്പോൾ അത് ശരിയല്ലെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഇറക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊക്കെ എങ്ങനെ ഉണ്ടായി ചോദിക്കും ഇവർ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, അന്നില്ലെന്ന് എന്താണെന്ന് അറിയാം, പക്ഷേ ഒരു 50 വയസ്സ് കഴിഞ്ഞു. അതേ ചില സാഹചര്യത്തിൽ കുറവായിരിക്കാം, ഇറക്ഷൻ ഉണ്ടാകുന്നിരിക്കാം, പിന്നെ മെഡിക്കൽ സപ്പോർട്ടോടുകൂടി വേണം ഇറക്റ്റ് ആവും. പോട്ടെ, ഇതൊരു 5 വർഷം മുമ്പത്തെ കഥ പറയുമ്പോൾ 5 വർഷം മുമ്പ് ഇതില്ലായിരുന്നു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുമോ? ആ പെണ്ണ് വരുന്ന പരാതിക്കകത്ത് കയറി റേപ്പൊക്കെ എത്ര ഉണ്ടെന്നും ഞാൻ വാർത്തയിലൊന്നും കണ്ടില്ല. മുറിക്കകത്ത് നിന്നപ്പോൾ ചെറിയ ചെറിയ ഗോഷ്ഠികളൊക്കെ കാണിച്ചു എന്നാണ് കാണിച്ചത്. ഇങ്ങനെ കാണിച്ചെന്നൊക്കെ പറയുന്നത് കേട്ട് പേടിച്ചു പോയെന്ന്. അങ്ങനെ കാണിച്ചപ്പോൾ അങ്ങനെ കാണിച്ച് പേടിപ്പിച്ചു. പിന്നെ അതുപോലെ കാണിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോളെടുത്ത് അങ്ങനെ കാണിച്ച ഇങ്ങനെ കാണിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ തൈരും മീനും വേണ്ടൊക്കെ ചോറുണ്ടെന്നും പറയുന്നുണ്ട്. അത്രയൊക്കെ വീഡിയോയിൽ കണ്ടുള്ളൂ. പിന്നെ കൂടുതൽ തെളിവുകളൊക്കെ പോലീസുകാരുടെ അടുത്ത് ഈ മൊഴികൾ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും 5 വർഷം മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മരുന്നിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക മന്ത്രവാദമോ കൂടോത്രമോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമായിട്ടോ വല്ലതും ഇറക്ഷൻ ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ചിലടത്തൊക്കെ പോയി വല്ല കൃപാസനം പത്രം പൊതിഞ്ഞിട്ട് പൊക്കിയെടുക്കാനൊക്കെ പറ്റുമത്. അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? അല്ല, എന്താ ഈ പറയുന്നത്? ഇറക്ഷൻ സംഭവിക്കത്തില്ലെന്നോ? ഓ അയ്യോ, അത് കൃപാസനക്കാരോട് ചോദിക്കുക, അവർ സമ്മതിക്കത്തില്ല. അത് നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. പള്ളിയിൽ പോയെന്ന് പ്രാർത്ഥിക്കുക, പറയുക ചുറ്റുക, മറ്റേ പത്രം പറയുക ചുറ്റി കഴിഞ്ഞാൽ പറയുക കുന്തം പോലെ. അതറിയത്തില്ല, അങ്ങനെയാ അതുണ്ടാവുന്നേ. പിന്നെ ഇത് കുറച്ചെണ്ണം ചുറ്റിക്കിടന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട. പിള്ളേർ വരെ ചിലപ്പോൾ രാവിലേക്ക് അവിടെയൊക്കെ ഓരോരുത്തർ പ്രസവിക്കും, ചുറ്റുപാട് പ്രസവം നടക്കും. അതൊക്കെയാണ് കൃപാസനം പത്രത്തിൻ്റെ പ്രത്യേകതകൾ. അതറിയത്തില്ലേ? അപ്പോൾ അവിടെയൊക്കെ പോയി വല്ലതും പ്രാർത്ഥിച്ച് എന്തെങ്കിലും ജപിച്ച് കെട്ടുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ? അല്ല, ആഴി കൂടെ നടന്നു പൊങ്ങി, ഓ എന്തോ ആയിരിക്കും, ആഴി കൊണ്ട് കുത്തി, അപ്പോൾ ഉള്ള സാധനം പൊങ്ങി കമ്പി, ഉരുക്ക് കമ്പി പോലും മാറി നിൽക്കുന്ന പവർ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടല്ലോ. എത്രയോ വരുന്നുണ്ടല്ലോ മുസ്ലിം പവർ എക്സ്ട്രാ. അതിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ? മുസ്ലിം പവറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭിത്തിയൊക്കെയാണ് തുളയ്ക്കുന്നതെന്നാണ് കേട്ടോ ഇവിടെ ആൾക്കാർ. അത്രയ്ക്ക് പവറാ. അങ്ങനെയൊക്കെ ചെയ്യുന്ന നാട്ടിൽ എങ്ങനെ തീർത്ത് പറയാൻ പറ്റും? ഇവരിതൊക്കെ പോയിട്ടുണ്ടോ? ഇവരെവിടെല്ലാം പോയിട്ടുണ്ടെന്ന് അന്വേഷിക്കണ്ടേ? അപ്പോൾ അങ്ങനെ വല്ലത് ഈ സാധനം ആയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ.